ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞു അലീന ആരാണെന്ന സത്യം. അതുപോലെ വൈജയന്തിയും മനസ്സിലാക്കാണ് താൻ നൊന്ത് പ്രസവിച്ച തൻ്റെ മകളാണ് അലീനയെന്ന്. ആ ഒരു നിമിഷം വൈജയന്തിക്ക് ഹൃദയം പൊട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അലീന അവളുടെ കൺമുമ്പിൽ പോലും ഉണ്ടാവില്ല, അത്രത്തോളം ദൂരത്തായി കാണും. അവളിപ്പോൾ അവളുടെ അച്ഛൻ്റെ കൂടെയാണ്. ആ ഒരു സമയത്താണ് വൈജയന്തി ഈ സത്യങ്ങളൊക്കെ അറിയുന്നത്. തൻ്റെ മകളെ കാണാനായിട്ട് മനസ്സ് പിടക്കുന്നുണ്ട്. ഒരു ഭ്രാന്തിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ മുത്തശ്ശി വൈജയെ വന്ന് വിഷമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വല്ലാതെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോളെ വൈജയം, നീ ഇതൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലല്ലോ. നിനക്ക് അന്നുണ്ടായ മോള് മരിച്ചു പോയെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത്. ഞങ്ങളെ കരുതിയെന്നല്ല, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നു. എൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു വിവാഹത്തിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. ഞാനും എൻ്റെ മോളും എവിടെയെങ്കിലും ജീവിച്ചേനെ. പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ ആ കുഞ്ഞിനെ അനാഥയത്തിലാക്കി. എന്നിട്ട് എന്നോട് മരിച്ചെന്ന് കള്ളം പറഞ്ഞു. ഒരു നോക്കുപോലും കാണാൻ നിങ്ങളാരും സമ്മതിച്ചില്ല. അതല്ലേ സത്യം. അമ്മ ഇനി ഒരക്ഷരം മിണ്ടരുതെന്ന് പറയുന്നുണ്ട്. വൈജയ്, ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക്. ഇനിയിപ്പോൾ മറ്റു 3 മക്കളുടെ അമ്മയാണ്. ആ ഒരു പക്വതെങ്കിലും നീ കാണിക്കണം. അതൊക്കെ എൻ്റെ ആദ്യ മോൾ ഉണ്ടായതിനു ശേഷം ഉണ്ടായതല്ലേ. ഈ ബാലചന്ദ്രമായിട്ടുള്ള വിവാഹമേ ഉണ്ടായത് നിങ്ങളൊക്കെ പാടെ നടത്തിയ കെണിയും ഭീഷണിയും കൂടെയാണ്. ഞാൻ എല്ലാത്തിനും സമ്മതിച്ചതെന്ന് പറഞ്ഞ് തലക്ക് തല്ലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈജയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. മുത്തശ്ശിക്ക് ആവുന്ന പോലെ വൈജയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ബാലചന്ദ്രനും എല്ലാവർക്കും അറിയാം. അത് കരുതി ബാലചന്ദ്രൻ്റെ പെരുമാറ്റത്തിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും വൈജയോട് വലിയ ദേഷ്യവും വെറുപ്പൊന്നും കാണിക്കുന്നില്ല. തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ചതിച്ച് താൻ ജീവന തുല്യം സ്നേഹിച്ച വൈജ പോലും തന്നോടൊന്നും തുറന്ന് പറഞ്ഞില്ല. തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയായിരുന്നു. എന്നാൽ വൈജ തെന്നിയും അലീനയും ചേർത്ത് ആവീതം പോലും പറഞ്ഞുണ്ടാക്കി അവളിവിടുന്ന് എന്നെ പറഞ്ഞു, അവളെ പറഞ്ഞു വിട്ടു എന്നൊരു വിഷമം മാത്രമേ ബാലചന്ദ്രനുള്ളൂ. ബാലചന്ദ്രന് ഒരുപാട് പ്രായമായ പോലെ തോന്നുകയാണ് മുത്തശ്ശിക്കും. ബാല, എന്തൊക്കെയായി കേൾക്കുന്നത്? ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക വേണം. അതിനല്ലേ പറ്റൂ അമ്മേ. വേറെന്ത് നിവർത്തിക്കേടാ. നിന്നോട് എങ്ങനെ ക്ഷമ പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാവരും കൂടി ചേർന്ന് നിന്നെ ചതിച്ചു. പക്ഷേ അങ്ങനെ നീ ബാലചന്ദ്ര, നീ കരുതരുത്. ഞങ്ങളുടെ മോളുടെ ഭാവി മാത്രമേ നോക്കിയുള്ളൂ. മറ്റൊന്നും അന്നേരം ചിന്തിച്ചില്ല. ഞങ്ങളുടെ അച്ഛനും അമ്മയായാൽ അങ്ങനെയല്ലേ ചിന്തിക്കൂ. അവൾക്കൊരു അബദ്ധം പറ്റി. പക്ഷേ എന്നോട് നിങ്ങൾ ഈ ചതി ചെയ്യേണ്ടായിരുന്നു എന്ന് മാത്ര ബാലചന്ദ്ര അന്നേരം പറഞ്ഞത്. എന്നാൽ അലീനയോട് ചെയ്തോർത്ത് വിങ്ങി വിങ്ങി കരയുന്നുണ്ട് വൈജ. തനിക്ക് തൻ്റെ മോളെ കാണണം, അവളോട് മാപ്പ് പറയണം. അത് മാത്രമാണ് വൈജയുടെ മനസ്സിൽ. ബാലചന്ദ്രൻ്റെ അരികിലേക്ക് വന്ന് വൈജ പറയുന്നുണ്ട്, ബാലേട്ടന് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ബാലചന്ദ്രൻ, ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആരെയും ചതിക്കാൻ കരുതിയിട്ടില്ല. എല്ലാവരും കൂടെ എന്നെ നിർബന്ധിച്ചപ്പോൾ. എന്നാലും വൈജയ്, നിനക്ക് എന്നോട് ഈ കാര്യം തുറന്ന് പറയാമായിരുന്നു. എനിക്കറിയില്ല ഇത്രയും കാലം നിങ്ങളെല്ലാവരും ഇത് ഒളിപ്പിച്ച് മനസ്സിലാക്കി വെച്ചതാണെന്ന്. ഇത്രയും കാലം ബാലചന്ദ്രന് ഉള്ളിലുണ്ടായിട്ടും എന്നോട് തുറന്ന് പറയാതെ എന്നോട് ദേഷ്യം വെറുപ്പും കാണിച്ച് ബാലചന്ദ്രൻ ഇത്രയും ദിവസങ്ങൾ എന്നെ വേദനിപ്പിച്ചില്ലേ. അതിനൊക്കെ ഒഴുക്കിയ കണ്ണുനീർ അത് മനസ്സിലാക്കണം ബാലചന്ദ്ര. അതൊക്കെ എനിക്കറിയാം. നിന്നോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നീ അലീനയോട് കാണിച്ചതോ? 22 വർഷം ഒരു അനാഥയെ പോലെ ജീവിച്ചു. അവൾ ഈ വീട്ടിലേക്ക് വന്നു. എന്നിട്ടും അവൾക്ക് നീ മനസമാധാനം കൊടുത്തോ? എനിക്കറിയോ അതെൻ്റെ മകളാണെന്ന്. അന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിന് ജീവനില്ലായിരുന്നു എന്നാണ്. പക്ഷേ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലാക്കിയിട്ടാണ് അവർ എന്നോട് കള്ളം പറയണമെന്ന് എനിക്കറിയില്ല. എന്നെ ചതിച്ചത് തൻ്റെ ഏട്ടനും അമ്മാവന്മാരും തൻ്റെ അച്ഛനും കൂടെയാണ് ബാലചന്ദ്രൻ. അത് മനസ്സിലാക്കണം. എനിക്കെൻ്റെ മോളെ കാണണം. അവൾ എവിടെയാണെന്ന് അവളുടെ അച്ഛൻ്റെ കൂടെയാണ്. പക്ഷേ ഇനി ഒരിക്കലും നിൻ്റെ അടുത്തേക്ക് അവൾ വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറ്റില്ല. എനിക്ക് അവളെ കണ്ടേ മതിയാവും. ബാലചന്ദ്രൻ വിളിച്ചാൽ അവൾ വരും എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയും, ഇല്ല, ഞാൻ ഒരിക്കലും വിളിക്കില്ല എന്ന് പറയാട്ടോ. അങ്ങനെ അലീനയ്ക്ക് മനു വിളിക്കുന്നുണ്ട്. അലീന, സുഖാണോ? നീ ഞങ്ങളൊക്കെ മറന്നോ? എന്താ മനുവേട്ടാ ഇത്? എനിക്കങ്ങനെ മറക്കാൻ കഴിയോ? അല്ല, ഇങ്ങോട്ടൊരു വിളിയും കണ്ടില്ല. ഇവിടെ ഇത്തിരി പ്രശ്നമൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അതെ, പിന്നെ മറ്റൊരു കാര്യം കൂടെ നിന്നോട് പറയാനാ വിളിച്ചത്. ആൻറ്റി സത്യങ്ങളൊക്കെ അറിഞ്ഞു. നീ ആൻറ്റിയുടെ മകളാണെന്ന്. വലിയ ബഹളമായിരുന്നു. ഭ്രാന്ത് പിടിച്ച പോലെയാണ്, ഒരു മാനസിക വിഭ്രതിയെ പോലെയാണ് ആൻറ്റി ഇപ്പോൾ നടക്കുന്നത്. മുത്തശ്ശിക്ക് വലിയ വിഷമമുണ്ട്. നിന്നെ കാണണമെന്ന് പറയാ. സ്വന്തം മകൾ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ്
ആൻറ്റിയെ അവർ വിശ്വസിപ്പിച്ചത്. നീ ജീവിച്ചിരിപ്പെടുന്ന കാര്യം പോലും ആൻറ്റിക്ക് അറിയില്ലായിരുന്നു. ആ ഒരു ഷോക്കിലാണിപ്പോൾ ആൻറ്റി. നിനക്ക് പറ്റുമെങ്കിൽ ആൻറ്റി ഒന്ന് വന്ന് കാണണം, എനിക്ക് എന്നെ കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? മനുവേട്ടാ, സൗകര്യം പോലെ ഞാൻ വരാം, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അതെ, അമ്മ നിന്നോടിപ്പോൾ ദേഷ്യമൊന്നുമില്ല, ആൻറ്റിക്കിപ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ. നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ വേദനയും വിഷമം കൊണ്ടാണ് ആൻറ്റിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്. അങ്ങനെ വൈജ ഹോസ്പിറ്റലായിരിക്കൂട്ട. അത്രയ്ക്കും മനസ്സിൽ ആ ഒരു വിഷമം താങ്ങാനാവാതെ വൈജ ഹോസ്പിറ്റലായിരിക്കും. സമയം തെൻ്റെ മോൾ എന്നൊരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം കൃഷ്ണജിയും ബബിതയൊക്കെ വന്നിട്ട് അടുത്ത് വന്ന് പറയും, അമ്മേ ഞങ്ങൾ നിങ്ങളുടെ മകളല്ലേ, എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ എൻ്റെ മോളെ ഒരുപാട് വേദനിപ്പിച്ചു, അവളെ ചെറുപ്പത്തിലെ മുലപ്പാൽ പോലും കൊടുക്കാതെ ഉപേക്ഷിച്ചു. അങ്ങനൊരു മാനസികാവസ്ഥയിലായിരിക്കൂട്ടാ. അങ്ങനെ വൈജയാണെങ്കിലും വല്ലാതൊരവസ്ഥയ്ക്ക് എടുക്കുമ്പോൾ ഡോക്ടർ ബാലചന്ദ്രനോട് പറയും, ഇയാളുടെ മനസ്സിൽ അത്രയ്ക്കൊരു മുറിവേറ്റിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ബാലചന്ദ്രനോ മറ്റു മക്കളോ ഒന്നുമില്ല, ആകെയുള്ളത് അവൾ ആദ്യം പ്രസവിച്ച ആ കുഞ്ഞാണ്. ഒരുപക്ഷെ ആ കുഞ്ഞു വന്നാൽ ഈ ഒരു ഡിപ്രഷനിൽ നിന്ന് വൈജയന്തിയെ കരകയറ്റാൻ പറ്റുമെന്ന് ഡോക്ടർ പറയാം. ആ സമയമാണ് കേട്ടോ അവിടേക്ക് അലീന വരുന്നത്. മനുവിൻ്റെ വാക്കുകൾ കേട്ട് അവൾ ഓടി അവളുടെ അമ്മയെ അരികിലേക്ക് വരുന്നുണ്ട്. അപ്പം നല്ല മയക്കത്തിലായിരിക്കും. മയക്കം വിട്ടാൽ അപ്പോൾ തന്നെ വൈജയന്തിക്ക് ആകെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ, തൻ്റെ മോളെവിടെ എന്നൊരു കാര്യം മാത്രമേ അറിയാനുള്ളൂ. അങ്ങനെ മയക്കത്തിലാണ്, ഇപ്പം നന്നായിട്ട് ഉറങ്ങുകയാണെന്നോ ഒക്കെ ഡോക്ടർ പറയുന്നുണ്ട്. ഇതാണോ ഈ കുട്ടി, ഈ വൈജ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഇവളാണോ എന്ന് ബാലചന്ദ്രനോട് ചോദിക്കുക. അതെ ഡോക്ടറെ, എന്നാൽ ശരി ഞാൻ പോട്ടെ, ഇനിയും മറ്റുള്ള പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ പോവാണ്. ആ സമയം അലീനയെ നോക്കുന്നുണ്ട്. നിന്നോട് ചെയ്തതിൻ്റെയൊക്കെ വേദനയും വിഷമമൊക്കെ ഉണ്ട്, അതറിയാം സാർ, എന്നാലും അമ്മ ഈ അവസ്ഥയിലാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് പറയാമായിരുന്നോ? എന്തിനാ വെറുതെ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് തോന്നി. അല്ല, ഇപ്പം ഈ കാര്യം ആരാ പറഞ്ഞത്? മനുവേട്ടൻ. ഓ, അവനാണല്ലേ. എന്തായാലും അമ്മയും മോളും സംസാരിക്കുക, ഞാൻ വെളിയിലുണ്ടാവും എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. ആ സമയം ബാലചന്ദ്രൻ ഒരു കോള് വരുന്നുണ്ട്. അത്യാവശ്യമായിട്ട് ഷോപ്പിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു പോവാ. അങ്ങനെ വൈജ ഇങ്ങനെ മയങ്ങിക്കിടക്കുമ്പോൾ അവളാണെങ്കിലോ കസേര വലിച്ചിട്ട് അങ്ങനെ വൈജയ്ക്ക് അരികിലാക്കി ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ആ മുടിയിൽ മെല്ലെ ഇങ്ങനെ തഴുക. പെട്ടെന്ന് ആ ഇമകൾ ഇങ്ങനെ മെല്ലെ അടയുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് അലീനയ്ക്ക്. ആ സമയം തന്നെ വൈജ തൻ്റെ മോളുടെ സ്പർശനം മനസ്സിലാക്കി എന്നോണം കണ്ണ് തുറക്കുന്നുണ്ട്. മോളെ അലീന എന്ന് പെട്ടെന്ന് എണീറ്റിരുന്ന് വിളിക്കുകയും ചെയ്യാൻ. അമ്മേ, മോളെ നീ എവിടായിരുന്നു? ഈ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞു പോയില്ലേ? അമ്മമാർ കുഞ്ഞുങ്ങളെ എന്തൊക്കെ പറഞ്ഞു വഴക്ക് പറയുന്നത്? അതുപോലെയല്ലേ ഞാൻ നിന്നെ പറഞ്ഞുള്ളൂ എന്നൊക്കെ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ അലീനയോട് ചോദിക്കുമ്പോൾ അമ്മയും മകളും കൂടെ പരസ്പരം കെട്ടിപ്പിളർന്ന് കരയുന്നുണ്ട്. മോളെ, ഞാൻ അറിയാതെയാണ് നിന്നെ വഴക്ക് പറഞ്ഞത്. എൻ്റെ ജീവിതം ഞാൻ നിന്നൊരു മുൻജന്മ ശത്രുവിനെ പോലെയാണ് നീ വീട്ടിലേക്ക് വന്നപ്പോഴൊക്കെ നിന്നെ കണ്ടത്. അതൊരിക്കലും നിന്നോടുള്ള ഇഷ്ടം സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ ആയതിനെ തുടർന്ന് എൻ്റെ മോളെ നഷ്ടപ്പെട്ടു. ജീവനതുല്യം സ്നേഹിച്ച പുരുഷൻ ചതിച്ചു. അതിൻ്റെയൊക്കെ ഒരു വേദനയിലാണ് ഞാൻ ഇങ്ങനെ ആയി പോയത്. സ്വന്തം മക്കളെപ്പോലും ഞാൻ വാത്സല്യത്തോടൊന്നും പെരുമാറിയിട്ട് പോലുമില്ല. എന്തിന് എപ്പോഴും എൻ്റെ മനസ്സൊരു മുരടിച്ച മാത്രയായിരുന്നു എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്നതിന് അമ്മ എന്തിനാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടെൻഷനായത്? എനിക്ക് അമ്മയോട് ദേഷ്യം വെറുപ്പൊന്നുമില്ല. എനിക്ക് സ്നേഹിക്കാനേ അറിയൂ. എനിക്കറിയായിരുന്നു അമ്മ തിരിച്ചറിഞ്ഞ നിമിഷം എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന കാര്യം. എന്നാലും നീ എൻ്റെ കുടുംബത്തിൽ വന്നിട്ട് എന്തൊക്കെയാ നീ എനിക്ക് വേണ്ടി ചെയ്ത്? സ്വന്തം അമ്മയും കൂടപ്പിറപ്പുകളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ അതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് വീണ്ടും അവളോട് മാപ്പ് പറയും. കെട്ടിപ്പിടിക്കുകയും ചെയ്യാട്ടെ. മോളെ പോവാ, എനിക്കിനി മരുന്ന് ഇതൊന്നും വേണ്ട. അയ്യോ, ഡോക്ടറോട് പറയാതെ പോവാൻ പറ്റില്ല. അങ്ങനെ ഡോക്ടർ വീണ്ടും നേഴ്സുമാരെ വിളിപ്പിച്ച് ഡോക്ടറെ വിളിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഡിസ്ചാർജ് ആവണം, എനിക്ക് എൻ്റെ മോളോട് ഒരുപാട് സംസാരിക്കണം, അവൾക്ക് എനിക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തി പോവാൻ ധൃതി കാണിക്കാണ് കേട്ടോ. അങ്ങനെ അലീനയും കൂട്ടി വൈജയന്തി പോവാ. മോള് വന്നപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു കുഴപ്പമില്ല, വല്ലാതൊരു മാനസിക വിഭ്രതിയിലാണ് ഇവളെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത്. എപ്പോൾ എണീറ്റാലും ആകെ വയലൻ്റ് ആയിരുന്നു. അതിൻ്റെ മോളെ കണ്ടപ്പോൾ പോയി. കൈക്കുഞ്ഞായപ്പോൾ പോലും ഞാൻ ഇവളെ കണ്ടില്ല, ഞാനൊന്നും എടുത്തില്ല. ഞാൻ വയറ്റുള്ള സമയത്ത് എത്ര ആഗ്രഹിച്ചതാണെന്നോ എൻ്റെ മോളെ കാണാനായിട്ട്. ഒരു ദിവസം എണ്ണി കാത്തിരിക്കുക. ആ സമയത്താണ് ഡോക്ടറെ ഇവൾ മരിച്ചു പോയെന്ന് എൻ്റെ വീട്ടുകാർ കള്ളം പറഞ്ഞത്. ആ മുഖം ഒന്ന് കാണിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചു. അന്ന് ഞാൻ ഒരുപാട് പൊട്ടിക്കരഞ്ഞതാ. പക്ഷേ അവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നു. ഓ, സാരമില്ല വൈജയ്,
ഓക്ക് ഓരോ ദൈവത്തിൻ്റെ ഓരോ കളികളിൽ ദൈവമല്ല സാറേ ഇവിടെ ചതിച്ചത് എൻ്റെ കൂടെപ്പിറപ്പുകളും എൻ്റെ അച്ഛനും അമ്മയും കൂടെയാ എന്നെ ചതിച്ചത്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് വൈജയുടെ ഭാവി മാത്രമേ അവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. വാ അമ്മേ നമുക്ക് പോവാം, ഇനി ഇവിടെ നിൽക്കേണ്ട, ഡിസ്ചാർജ് ആയല്ലോ. അങ്ങനെ ബാലചന്ദ്രനെ വിളിച്ച് പറഞ്ഞ് വൈജയും കൊണ്ട് കടപ്പാട്ടൂരേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന കാറിലിരിക്കുന്ന സമയത്തൊക്കെ മോളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കേട്ടോ വൈജ ഇരിക്കുന്നത്. വീട്ടിലെത്തിയപ്പോൾ രോഹിത്തും എല്ലാവരും തന്നെ കോളേജിലൊക്കെ പോയി കാണും. അങ്ങനെ അവർ രണ്ടുപേരുള്ളൂ. അലീന ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ന മോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ന് മുതൽ എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം നീ കഴിക്കേണ്ടത്. അങ്ങനെ വൈജ കിച്ചണിൽ കയറി ഒറ്റയ്ക്ക് പാചകം ചെയ്ത് അലീനക്ക് കൊണ്ടുവന്ന് കൊടുക്കാണ്. അങ്ങനെ രണ്ടുപേരും ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അലീന വൈജ ഇങ്ങനെ സോഫയിൽ ഇരിക്കായിരിക്കും. അലീനയാണെങ്കിലോ വൈജയുടെ മടിയിൽ തലവെച്ച് കിടക്കുക. 22 വർഷം താൻ അനുഭവിക്കാത്ത സ്നേഹവും വാത്സല്യം ഒരു നിമിഷം കൊണ്ട് അവൾ അനുഭവിക്കാമായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ കണ്ണീരോടുകൂടെ ഇങ്ങനെ വൈജയോട് തൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ട്. ഓർമ്മ വെച്ച് നാൾ മുതൽ പ്രീത മമ്മിയാ എൻ്റെ അമ്മയായി. ആ മമ്മിയുണ്ടല്ലോ എന്നെ ഇങ്ങനെ നോക്കി വളർത്തിയത്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയും ആരായിരിക്കും, അവരെന്തിനാ എന്നെ ഉപേക്ഷിച്ചത് എന്നായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ എന്നെ ഉപേക്ഷിക്കാനാവില്ലെന്ന് എൻ്റെ മനസ്സെന്നോട് പലവട്ടം പറഞ്ഞിരുന്നു. അങ്ങനെ മമ്മിക്ക് വയ്യാതായ ആ ഒരു സമയത്താണ് മുത്തശ്ശൻ എൻ്റെ അരികിലേക്ക് വന്നത്. അന്ന് മമ്മി എന്നോട് പറഞ്ഞു, ഇന്ന് വന്നിട്ട് പോയാൾ എൻ്റെ മുത്തശ്ശനാണെന്ന്. എന്നെ എവിടേക്കെങ്കിലും ആരുടെയും കയ്യിൽ ഏൽപ്പിക്കണമല്ലോ. അങ്ങനെ കുഞ്ഞിരാമൻ സാറിനെ കാണാനായിട്ട് മമ്മി അവിടുന്ന് അത്രയും ദൂരം കൈപ്പള്ളിയിലേക്ക് വന്നായിരുന്നു. അവിടുന്ന് തൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം മനുചേട്ടനെയും കൂട്ടിയിട്ടാണ് അവിടേക്ക് വന്നത്. അന്ന് വന്നപ്പോഴും കണ്ടപ്പോഴൊന്നും എനിക്കറിയത്തില്ലായിരുന്നു വന്നത് തൻ്റെ മുത്തശ്ശനാണെന്നും അയാളുടെ ഏക മകളാണ് ഞാനെന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെയാ മമ്മി മരിക്കുന്നതിന് തൊട്ടു മുമ്പേ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഒരു വാക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയായിരുന്നു, ഇതൊരിക്കലും ആരും അറിയരുതെന്ന സത്യം. ആ വീട്ടിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവരുത്. ചില്ലുഭിത്തിക്കപ്പുറത്ത് അമ്മയെയും കൂടപ്പിറപ്പുകളെ എല്ലാവരെയും കാണാം, പക്ഷേ ഞാൻ ആരാണെന്ന രഹസ്യം ഒരിക്കലും ആരോടും പറയരുതെന്ന് പ്രീത മമ്മി അത്രയ്ക്ക് എന്നോട് ചട്ടം കേട്ടിരുന്നു. ഞാൻ ഒരിക്കലും ബാലചന്ദ്രൻ സാറിനോട് പറയാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ അദ്ദേഹം അറിഞ്ഞുപോയി. അത് എങ്ങനെയോ തെറ്റ് പറ്റിപ്പോയത്. അതൊന്നും സാരമില്ല മോളെ, നീ അനുഭവിച്ച വേദനയേക്കാൾ വലുതൊന്നുമല്ലല്ലോ. 22 വർഷം എൻ്റെ പൊന്നുമോള് അമ്മ ആരാന്നോ അച്ഛൻ ആരാണെന്ന് അറിയാതെ ജീവിച്ചു. എന്നിട്ടോ അമ്മയെ കാണാനായിട്ട് താൻ കൊതിച്ചിങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്നോടുള്ള സാമീപ്യം എങ്ങനെയായിരുന്നു? എൻ്റെ മോളെന്ന് ഒരുപാട് വേദനിച്ചില്ലേ? എന്തൊക്കെയോ ഒരു കഥകളാണ് ഞാൻ നിൻ്റെ തലയിൽ കെട്ടിവെച്ചത്. കള്ളിയാക്കി, വ്യഭിചാരിയാക്കി, എന്തിന്? എനിക്ക് എന്നെ തന്നെ അടിക്കാൻ തോന്നുന്നു. അടിക്കുമോളെ എന്ന് പറഞ്ഞ് അലിയുടെ കൈപിടിച്ച് വൈജയുടെ മുഖത്തേക്ക് അടിക്കുക. അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ മോളാണെന്ന കാര്യം. എൻ്റെ അമ്മയ്ക്ക് വേദനിച്ചാൽ എനിക്കും വേദനിക്കും. എൻ്റെ അമ്മയ്ക്കും അച്ഛനുമിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പിന്നീടാ മനസ്സിലായത്. ഇല്ല മോളെ, നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ വൈജ അലീനയ്ക്ക് മുമ്പിൽ മനസ്സ് തുറക്കാണ്. അലീന ഇങ്ങനെ വൈജയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ അവളുടെ മുടികൾ തലോടിക്കൊണ്ട് പറയും, ഞാനും ലാലിച്ചനും നീ വരുന്നതായിട്ട് എത്രമാത്രം ആഗ്രഹിച്ചെന്നോ. നീ വരുന്ന ദിവസത്തിനായിട്ട് ഞങ്ങൾ ഓരോ ദിവസം കലണ്ടറിൽ കുറിച്ചിടുമായിരുന്നു. ലാലിച്ചനെ നിർബന്ധമായിരുന്നു പെൺകുഞ്ഞാവണമെന്ന്. അങ്ങനെ തന്നെ ആവൂ. എന്നാൽ ലാലിച്ചനെ പോലെ ഒരാൺകുട്ടിയാവണമെന്ന് ഞാനും ആഗ്രഹിച്ചു. ഞങ്ങൾ രണ്ടുപേരും ബെറ്റ് പോലും വെച്ചിരുന്നു. അങ്ങനെ പക്ഷേ അതൊന്നും കാണാനോ കേൾക്കാനോ ആരും ഉണ്ടായില്ല. അപ്പോൾ വീണ്ടും വൈജയന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്നെൻ്റെ വയറ്റിൽ ഒരു 8 മാസം ആയപ്പോഴാണ് ലാലിച്ചൻ നാട്ടിലേക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കട്ടെ, ആധാർ കാർഡും മറ്റൊക്കെ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോയത്. അന്ന് ഞാൻ അത്രയും കരുതിയില്ല. അയാൾ എന്നെ ചതിച്ചുകൊണ്ട് കളഞ്ഞു പോവുകയാണെന്ന കാര്യം ഒന്നും അറിഞ്ഞില്ല. വീണ്ടും ഒരാഴ്ചയായിട്ടും ലാലിച്ചനെ തിരികെ കണ്ടില്ല. അങ്ങനെ 2 ആഴ്ചയായി. ഞാൻ ആകെ ഒറ്റപ്പെട്ട പോലെയാണ്. ഏത് നിമിഷവും പ്രസവിക്കും, കൂട്ടിന് ആരുമില്ല. സകല ദൈവങ്ങളെയും ഞാൻ അന്ന് വിളിച്ചതാ. അങ്ങനെ എൻ്റെ ഏട്ടൻ ഗംഗാധരമേനോൻ ഈ കാര്യങ്ങൾ അറിഞ്ഞത്. താൻ ഗർഭിണിയാണെന്നും അവൻ ഇട്ടേച്ചു പോയെന്നാണ് അവരും പറഞ്ഞത്. അങ്ങനെ അവരെന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുറേ നാൾ അമ്മാവൻ്റെ വീട്ടിലായിരുന്നു ഞാൻ. ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിച്ചപ്പോൾ ആദ്യം എൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ചത്. ആ ദുഷ്ടന്മാർ ഒരു മുഖം പോലും കാണാനായി കഴിയാതെ ആ കുഞ്ഞിനെ എടുത്തു മാറ്റിയിരുന്നു. എന്നോട് പറഞ്ഞത് പ്രസവിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് ജീവനില്ലായിരുന്നു എന്നാണ്. പക്ഷേ കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടതാണ്. ഒരുപാട് അവിടുത്തെ സിസ്റ്റർമാരോടും ഡോക്ടറോടൊക്കെ അന്വേഷിച്ചെങ്കിലും അവരാരും തനിക്ക് മറുപടി നൽകിയില്ല. നെഞ്ച്
കഷ്ടമേറിയാണ് മോളെ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. പിന്നെ നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും മറ്റൊരു ജീവിതം തേടിപ്പോവില്ലായിരുന്നു. നിന്നെയും വളർത്തി നിന്റെ അമ്മയായിട്ട് ഞാൻ എവിടെയെങ്കിലും ജീവിക്കായിരുന്നു. പക്ഷേ എല്ലാവരും നിർബന്ധിച്ചു ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹത്തിന്. ഒടുവിൽ എനിക്കും സമ്മതിക്കേണ്ടി വന്നു. ലാളിച്ചം വരുമെന്ന പ്രതീക്ഷയിൽ ഒരുപാട് കാത്തിരുന്നു. പക്ഷേ എന്നെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകി. ആ ഒരു സമയത്ത് അലീന കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയും വൈജിയോട്, അമ്മ അങ്ങനെ പറയത്, ഒരിക്കൽ അച്ഛൻ അമ്മയെ ചതിച്ചിട്ടില്ല. അമ്മ അത് ഒരു കാര്യം അറിയാതെ പോയി. അന്ന് അച്ഛൻ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു റോഡപകടം ഉണ്ടായി. അങ്ങനെ 3 മാസത്തോളം തന്നെ ബെഡിൽ നിന്ന് എണീക്കാതെ കിടക്കുകയായിരുന്നു. പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ആയപ്പോഴേക്കും ഒരു വർഷത്തോളം ആയിരുന്നത്രേ. ആ ഒരു സമയത്ത് വൈജിയെ തേടി ഞാൻ പോയെന്ന അച്ഛൻ പറഞ്ഞത്. അങ്ങനെ അമ്മയെ തേടി വന്നപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹമാണ് കണ്ടത്. അപ്പോൾ പിന്നെ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ എല്ലാം മറന്നിട്ട് അപ്പോഴും ഒരു ചോദ്യം അച്ഛൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ മോളെവിടെ? അവളെ എന്ത് ചെയ്തെന്ന കാര്യം അച്ഛന് അറിയാതെ അവിടുന്ന് രണ്ടുപേരുടെയും വിവാഹം കണ്ണ് നിറഞ്ഞോണ്ടാണ് അച്ഛൻ തിരികെ പോകുന്നത്. പിന്നെ അച്ഛൻ്റെ ജീവിതം വലിയ കഷ്ടത്തിലായിരുന്നു. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഇഷ്ടമില്ലാത്ത പെണ്ണിൻ്റെ കാര്യത്തിൽ താലി കെട്ടി. ഇപ്പോൾ അവിടെയും 3 മക്കളുണ്ട്. അച്ഛനും അമ്മയും ഇപ്പോൾ ഒരുമിച്ചൊന്നല്ല. ആ ഭാര്യയും മക്കളും കൂടെ മറ്റൊരിടത്തും, അച്ഛൻ മറ്റൊരിടത്തൊക്കെയാണ്. എപ്പോഴും അമ്മയുടെ ഓർമ്മകൾ മാത്രമാണ്. ആ പഴയ ഓർമ്മകളും ആ പഴയ ഫോട്ടോകളും കെട്ടിപ്പിടിച്ച അച്ഛൻ ഇന്നും ഏറെ ദിവസം ഉറങ്ങുന്നത്. അത്രമാത്രം അച്ഛനും അമ്മയെ സ്നേഹിച്ചിരുന്നതിന് തെളിവല്ലേ അത്? നിങ്ങൾ രണ്ടുപേരും എത്രമാത്രം കൊതിച്ചിരുന്നു ഒരുമിച്ച് ജീവിക്കാൻ. പക്ഷെ വിധിയില്ല അമ്മേ, നമ്മൾക്ക് 3 പേർക്കും 3 ജീവിക്കേണ്ട ഒരവസ്ഥയാണല്ലോ ദൈവം നൽകിയത്. അതേപോലെ ദൈവമല്ല, മനുഷ്യരാ അങ്ങനെ നൽകിയത്. എൻ്റെ ലാലിച്ചന് എത്രമാത്രം കൊതിച്ചെന്നിട്ടുണ്ടെന്നോ നിൻ്റെ വരവിനായിട്ട്. എന്തിന് നിനക്ക് പഠിക്കാനുള്ള സ്കൂൾ വരെ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. അങ്ങനെ എത്ര സ്വപ്നങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് മോളെ. ഞാനും നിൻ്റെ അച്ഛനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എല്ലാം പോയില്ലേ എന്ന് പറഞ്ഞ് നെഞ്ചുപൊട്ടിക്കാര. ഇനി അമ്മ സങ്കടപ്പെടരുത്, കരയരുത്. എൻ്റെ അച്ഛനേക്കാൾ എത്രയോ നല്ലവനാ ബാലചന്ദ്രൻ സാറ്. അമ്മ ഒന്ന് പ്രസവിച്ചതാണ്, മുന്നേ ഒരു വിവാഹം കഴിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും ആ മനസ്സ് സഹിച്ചില്ല, ക്ഷമിച്ചില്ല. അതാണ് ആ അച്ഛൻ്റെ ഒരു സ്നേഹം, ആ ആത്മാർത്ഥത അമ്മ കാണാതെ പോകരുത്. ചിലപ്പോൾ ഈ ലാലിച്ചനെന്ന എൻ്റെ അച്ഛന് അമ്മ ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്ന പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരുന്നില്ല. പക്ഷേ ബാലചന്ദ്രൻ സാറുണ്ടല്ലോ, അദ്ദേഹം ദൈവമാണ്. അദ്ദേഹത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. എല്ലാം അറിഞ്ഞിട്ടും നമ്മുടെ കൂടെ നിൽക്കുന്നല്ലാതെ ഒരു ഉപദ്രവം ചെയ്തില്ലല്ലോ. ഇനിയെങ്കിലും ആ മനുഷ്യനെ മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട് അലീനയോട്. ആ സമയം വൈജ പറയും, അതെ, ബാലചന്ദ്രനെ മനസ്സ് തുറന്ന് ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ, പരിഗണന കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. എല്ലാത്തിനും എനിക്ക് ആ മനുഷ്യനോട് മാപ്പ് പറയണം. എൻ്റെ ഒരുപാട് വാശിക്കും അതിനെല്ലാം കൂട്ടുനിന്ന ഒരു മനുഷ്യനാണ്. അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ മനുഷ്യനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇതെല്ലാം പുറത്തുനിന്ന് കേട്ട ബാലചന്ദ്രൻ കണ്ണുനീർ തുടക്കുന്നുണ്ട്. തൻ്റെ ഭാര്യ ഇപ്പോഴെങ്കിലും തന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കണമെന്ന് ആ പാവം മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ അമ്മയും മോളും കുറച്ച് സമയം കൂടെ തനിയെ ഇരിക്കട്ടെ എന്ന് കരുതി ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം കാർ ഓടിച്ചു പോണ സമയത്ത് അസഹായമായിട്ടുള്ള ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ് അദ്ദേഹത്തിന്. ആ സമയം തന്നെ കാറിൽ തളർന്നു വീഴുന്നുണ്ട് കേട്ടോ. ആരൊക്കെയോ ചേർന്ന് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഈ വിവരമറിഞ്ഞ വൈജ ഓടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്, അലീനയും വൈജയും കൂടെ. ആ സമയത്ത് ഐസിയുലായ ബാലചന്ദ്രനോട് തന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ ബാലചന്ദ്രൻ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട്, എൻ്റെ വൈജയെ, ഈ ബാലചന്ദ്രന് ഒന്നും സംഭവിക്കില്ല. നിൻ്റെ സ്നേഹത്തിനായിട്ട്, നിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഞാൻ ഇനിയും വരുന്നേ. അങ്ങനെയൊന്നും ഈ ബാലചന്ദ്രൻ ഈ ഭൂമി വിട്ടു പോകാനാവില്ല. കാരണം അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. നിൻ്റെ ഒരു നോട്ടത്തിനായിട്ട്, നിൻ്റെ ഒരു പുഞ്ചിരിക്കായിട്ട്. അങ്ങനെ എത്ര ബാലചന്ദ്രൻ നിന്നെ സ്നേഹിച്ചിരുന്നറിയോ? അങ്ങനെ ഒരു തെറ്റിൻ്റെ പേരിൽ നിന്നെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ ഈ വയ്യടി എനിക്ക്. കാരണം അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അന്നും ഇന്നും ആ ചെറുപ്പം തൊട്ടേ കാണുന്ന വൈജയെ കാണാനായിട്ടാ എനിക്കിഷ്ടം. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കൈവിടില്ല. അങ്ങനെ കണ്ണീരോടെ സന്തോഷത്തോടെ കേട്ടോ അലീന പിന്നെ അവിടെ നിന്ന് മടങ്ങുന്നത്. കാരണം അത്രയും തൻ്റെ അമ്മയും അച്ഛനും കൂടെ, ഒരു ബാലചന്ദ്രൻ സാറ് എന്ന അച്ഛനും കൂടെ ഒരുമിച്ച് ജീവിക്കട്ടെ എന്നൊരാഗ്രഹത്തോടു കൂടെ അവൾ അവിടെ നിന്ന് പോകുന്ന ആ സമയത്ത് അലീന അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇനി എന്നെ ഓർത്ത് വിഷമിക്കേണ്ട. ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ ഈ അമ്മയും അച്ഛനെയും കാണാൻ വരും. എനിക്ക് എൻ്റെ ഈ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ മോളുവ, അവിടെ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഞാനിത് ഈ അച്ഛൻ്റെ കൂടെ വരും. സ്വന്തം മോളല്ലെന്ന് അറിഞ്ഞിട്ടും ഏതോ ഒരു അനാഥ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടും നെഞ്ചോട് ചേർത്ത് തന്നോട് വാത്സല്യം സ്നേഹം കാണിച്ച ഈ അച്ഛനാണ് എനിക്ക് ആരേക്കാൾ വലുതെന്ന് അലീന പറയുന്നുണ്ട് ബാലചന്ദ്രൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട്. അങ്ങനെ ഒരു അടിപൊളി സ്റ്റോറി ആട്ടോ മഴത്തോരു മുമ്പേ.